ഞാൻ വയറ് നിറയ്ക്കാൻ എന്തും തരാം, പക്ഷെ താങ്കളുടെ ആരോഗ്യ സമ്പന്നതയെ കൂട്ടുന്ന ഒരു മീൽ ഞാൻ തന്നാൽ താങ്കളുടെ എനർജി ലെവൽ വേറെ ഡയമെൻഷനിൽ നിൽക്കും. ഈ മുതിരയും ഈ പറയുന്ന ഗോതമ്പ് മുളപ്പിച്ചതും മുതിര മുളപ്പിച്ചതും അതിലും ബ്ലാക്ക് ഹോസ് ഗ്രാം ഉണ്ട്, വൈറ്റ് ഹോസ് ഗ്രാം ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇന്ന് തിരിഞ്ഞു പോലും നോക്കാറില്ല. മനസ്സിലായി? കപ്പലണ്ടിക്കുള്ള ഗുണം വിട്ടിട്ടാണ് അവക്കാടോടെ പിറകെ ഓടുന്നത്. അപ്പം നമ്മളുടെ നാട്ടിൽ ആരോഗ്യ സമ്പന്നതയ്ക്ക് വേണ്ടതെല്ലാം നമുക്ക് ചുറ്റിനും തന്നെ ഉണ്ട്. കടലയും കപ്പലണ്ടിയൊക്കെ ആയിട്ട് തന്നെ അത് തിരിച്ചറിയണം. ഇപ്പോൾ താങ്കൾ ചൊറിയണം എന്ന് പറയും. താങ്കൾ ചൊറിയണം എടുത്ത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി പൊക്കിയാൽ, ചൂടുവെള്ളത്തിൽ മുക്കി പൊക്കിയാൽ അത് ചൊറിയാനുള്ള കഴിവ് തീർന്നു. പിന്നെ അത് പാലക്കാം. നമ്മളെ മലയാളികളുടെ മുറ്റത്ത് എവിടെ ചൊറിയണമില്ലാത്ത? ചൊറിയാനുള്ളൊരു സ്വഭാവം അല്ലാണ്ട് എന്നെങ്കിലും ഇത് എടുത്തൊന്ന് കഴിക്കണം എന്ന് ആരെങ്കിലും പരസ്പരം പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ടോ? പരിപ്പ് കറിക്കകത്ത് അല്പം ചൊറിയണം ചേർത്ത് പാചകം ചെയ്ത് കഴിച്ചാൽ നല്ല പാലക്ക്, ഡാൽ പാലക്ക് കഴിക്കുന്നതാണെങ്കിൽ കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ കഴിക്കുന്നതല്ലേ, എൻ്റെ വീഡിയോസ് ഉണ്ടല്ലോ. അപ്പം എന്തിനാണ് ഭയങ്കര ഹെൽത്തിയാണ്. നെറ്റൽ ലീവ്സ് എന്നാ പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ നെറ്റൽ ലീവ്സ് അല്ലെങ്കിൽ പോറിഡ്ജ്, അത് കഞ്ഞി. ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചാണ് ബ്രദറിനെ ചോദിക്കുക, ഇപ്പം ഇംഗ്ലീഷ് ഫുഡിനെ പറ്റി പറയുന്നു. ഇപ്പം പൊട്ടേറ്റോ പലരും പറയും ഗ്യാസ് ആണ് അല്ലേ. നമ്മൾ ചിക്കൻ കറി വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് മാറ്റി വെച്ചിട്ടാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തൊട്ടുള്ള ബാക്കിയുള്ള രാജ്യങ്ങൾ മൊത്തം ഈ പൊട്ടറ്റോ അല്ലാണ്ട് ഏതെങ്കിലും വെജിറ്റബിളിനെ ആഘോഷിക്കുന്ന താങ്കൾ നടക്കുന്നു. അവന് ഉരുളക്കിഴങ്ങില്ലാത്ത ഫുഡില്ല. അത് വേണ്ട. കാരണം ബോഡിയിൽ ഇലക്ട്രിസിറ്റി ആണ്. ഇപ്പോൾ 2 ഉരുളക്കിഴങ്ങിനകത്ത് കേബിൾ വെച്ചിട്ട് ഈ ക്ലോക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നവന്മാരൊക്കെ കണ്ടിട്ടുണ്ടാകും. the vegetable that creates electricity. അത്രയും ഔഷധ ഗുണം ഉണ്ടായിന്. നമ്മൾ ഈ വലിച്ചു വാരി തിന്നുന്നതിനെ പറ്റിയല്ല പറയുന്നത്. ഇപ്പോൾ ബ്രദറിന് ഒരു അസുഖമുണ്ട്, ഗാർലിക് കഴിക്കാൻ പാടില്ല. ബ്രദർ, എല്ലാം അമിതമായാൽ അമൃതവും വിഷമാണ്. ബ്രദറിന് എപ്പോഴും ഒരു പ്ലേറ്റ് ഉണ്ടാവണം അല്ലേ. ഈ വൺസ് യുവർ പ്ലേറ്റ് ഇസ് ഡിഫൈൻഡ്, യുവർ ഫെയ്റ്റ് ഇസ് റിഫൈൻഡ്. You got my point? Yes. Everything begins and ends on your plate. അങ്ങനല്ലേ? മുലപ്പാൽ മുതൽ വായിക്കരി വരെ. ഞാൻ ഭാരതീയ സംസ്കാരമാണ് പറയുന്നത്. ഈ കേരള ഭക്ഷണശീലത്തെ പറ്റി പറഞ്ഞപ്പോഴേ, ഇപ്പം ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു അഭിമുഖം കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, നമ്മുടെ ഫുഡ് പലപ്പോഴും കുറച്ചുകൂടി കലോറി ഡെൻസ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ കാർബ്സ് ഡെൻസ് ആണ് നമ്മുടെ ഫുഡ്. പക്ഷേ ചോറ് കുറച്ചായിരിക്കുമല്ലോ ഈ അവിയലും അല്ലെങ്കിൽ തോരനും ഒക്കെ. പക്ഷെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ, ഇപ്പോൾ യൂറോപ്യൻ ഭക്ഷണശൈലിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ചിക്കൻ, അതിൻ്റെ ഒരു ചെസ്റ്റ് പീസ് എടുത്ത് അതിനെ പല രീതിയിൽ കുക്ക് ചെയ്ത് വയ്ക്കുന്നു. അവിടെ സ്മാഷ്ഡ് പൊട്ടറ്റോ വേണോ, അല്ലെങ്കിൽ റൈസ് വേണോ, അല്ലെങ്കിൽ എന്ത് ബ്രെഡാണ് വേണ്ടത്, അത് ഓപ്ഷണലായിട്ട് വയ്ക്കുകയാണ്. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? മലയാളിയുടെ ഭക്ഷണശീലത്തിൽ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ വേൾഡ് കറങ്ങിയതല്ലേ, അതുകൊണ്ടാണ് ഈ ചോദ്യത്തിന് പ്രസക്തി. ആരോഗ്യ സമ്പന്നമായ, കാരണം ഇപ്പം ദരിദ്രന്മാരുടെ ഒരു ലോകത്ത് ആണ് ഞാൻ കാണുന്നത് ബാക്കിയുള്ള. കാരണം ഇപ്പം സ്റ്റേക്ക്, ഇപ്പം ഒരു 140 ഡിഗ്രിയിൽ ഗ്രില്ല് ചെയ്ത സ്റ്റേക്ക് വിത്ത് എ പീസ് ഓഫ് മീറ്റ് അല്ലേ, മാഷ്ഡ് പൊട്ടേറ്റോസ് അല്ലേ, പിന്നെ സ്റ്റീംഡ് വെജിറ്റബിൾസ്. മലയാളത്തിൽ പറഞ്ഞ് പുഴുങ്ങിയ വെജിറ്റബിൾസ്, കുഴച്ച ഉരുളക്കിഴങ്ങ്, ചുട്ട ഇറച്ചി, കുഴച്ചാ തരുന്നത്, ഇടിച്ചെന്ന് പറഞ്ഞാൽ, പിന്നെ ചുട്ട ഇറച്ചി തിന്നു. ദാരിദ്ര്യമാണ്. കൈ കഴുകാൻ പോലും അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് അവർ നാരങ്ങ ഇട്ട വെള്ളത്തിനകത്ത് ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് വിരലിട്ട് തേച്ചുകൊണ്ടിരിക്കുന്നത്. ആസനം കഴുകാൻ തലയെഴുത്തില്ലാത്തവന്മാരുടെ രാജ്യങ്ങളാണ്. അത് കണ്ടിട്ട് ഇവിടെ സായിപ്പാവം നടന്നിട്ട് കാര്യമില്ല. അവരുടെ ദാരിദ്ര്യത്തിനെ ലക്ഷറി ആക്കി ചുമക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഐ എം എൻജോയിങ് ദ ഫുഡ്. അവർ ബർഗർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബർഗറിന് പേര് ഒരു ബണ്ണിനകത്ത് ഒരു ചുട്ട ഇറച്ചി എടുത്ത് വെച്ച് തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങാനായിട്ടാണ് ഈ മയോണൈസും കെച്ചപ്പും. ഇല്ലേ ഇറങ്ങുമോ? ഞാൻ ബ്രദറിന് തന്നാൽ തിന്നത്. ഈ സാമാനം എല്ലാം ഒഴിച്ചാൽ തൊണ്ടയ്ക്ക് താഴെ പോവും, ഇല്ലേ പോകത്തില്ല. അതേ കണക്കല്ല മലയാളി, അതേ കണക്കല്ല ഭാരതീയ സംസ്കാരം. താങ്കൾ ഈ കേരളം വിട്ടാൽ, താങ്കൾ തമിഴന്മാരുടെ അടുത്ത് ചെന്നാൽ, സർ പൊങ്കൽ എടുക്കരുമാ, തൈര് സാധം എടുക്കും സർ. താങ്കൾ നേരെ തെലുങ്കന്മാരുടെ അടുത്ത് ചെന്നാൽ, ആന്ധ്രാക്കാരന്മാരുടെ അടുത്ത് ചെന്നാൽ, രാജസ്ഥാനി എടുത്ത് ചെന്നാൽ, പഞ്ചാബി എടുത്ത് ചെന്നാൽ, അങ്ങനെ 28 സംസ്ഥാനങ്ങളുണ്ട് വിഷ്ണു ഇവിടെ ഈ ഇന്ത്യയിൽ. മലയാളിയുടെ ഫുഡിന് എന്തോ കുഴപ്പം? ആഘോഷിക്കണം, പക്ഷെ വലിച്ചു വാരി തിന്നണമെന്നല്ല പറയുന്നത്. ഇതൊരു തീറ്റ മത്സരമാണ്. ദാറ്റ് ഈസ് നോട്ട് ഗുഡ്.
അപ്പോൾ ബ്രദർ നേരത്തെ പറഞ്ഞ കണക്ക് വൺസ് അപ്പോൺ എ ടൈം യു ഹാഡ് എ മീൽ, നൗ യു ഷുഡ് ഹാവ് എ മീൽ. ഓക്കെ അല്ലേ? താങ്കൾ ഈ പറയുന്ന അവിയലും സാമ്പാറും എല്ലാം താങ്കളെ മേശപ്പുറത്ത് എനിക്കും കഴിക്കാം, എൻ്റെ വയറൂടെ കൊണ്ടുവയ്ക്കാം. അത് എങ്ങനെ കഴിക്കണം എന്നുള്ളത് ഒരാൾ എടുക്കുന്ന കോളാണ്. വെരി മച്ച്. എൻ്റെ നെസസിറ്റിക്ക് അനുസരിച്ച് വേണം ഞാൻ തിന്നെ. താങ്കൾ നേരത്തെ പറഞ്ഞ അനിമൽ കിങ്ഡം, അവരെ കണ്ടെങ്കിലും പഠിക്കടോ. ഒരു മാവിനകത്ത് 100 മാങ്ങ പഴുത്ത് തിന്നാൽ ഒരു വവ്വാൽ ഒരെണ്ണേ കൊത്തു, മാക്സിമം 2. മൊത്തം മാങ്ങയും പറിച്ചുകൊണ്ട് പോകുന്ന ഈ ആനിമൽ കിങ്ഡത്തിൽ ഹ്യൂമൻസ് മാത്രമേ ഉള്ളൂ, അല്ലേ? സോ വി ആർ ദ ബേസിക് ഫൂൾസ് ആക്ച്വലി. അതുകൊണ്ടാണ് നമ്മളെ ലൈഫ് സ്പാൻ കുറഞ്ഞു വരിക. നമ്മൾ ഈ പറയുന്നു നമുക്ക് ഭയങ്കര ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന്, കറക്റ്റ് അല്ലേ? എന്നെ സംബന്ധിച്ചോളം വിഷ്ണുവിൻ്റെ അപ്പൂപ്പൻ 90 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ വിഷ്ണു ഒരു 180 വയസ്സ് വരെ ജീവിക്കണ്ടേ? അപ്പോഴല്ലേ ടെക്നോളജി ഡെവലപ്പായത്, അല്ലേ? ആയുസിന്റെ വലിപ്പം കൂട്ടുന്നിടത്താണ് ടെക്നോളജി ഡെവലപ്പ് ആവേണ്ടത്. അല്ലാണ്ട് ഞാൻ 35 വയസ്സ് വരെ ജീവിച്ചോ അല്ല 40 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് വേൾഡ് അങ്ങ് ഫ്രണ്ടിലോട്ട് ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? കാണാൻ ഞാൻ വേണ്ടേ? ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്, 10 തലമുറയ്ക്കുള്ളത് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ഞാനടുത്ത് തിരിച്ചു വെച്ച്, അത് തിന്നാൻ തലമുറ വേണ്ടേ? അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ ജനറ്റൈൽസ് വർക്ക് ചെയ്യണം. ജനറ്റൈൽസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുഡ് വർക്ക് ചെയ്യണം. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ അന്നം പരബ്രഹ്മം, ഫുഡ് ഇസ് ഗോഡ്. ഈ ഷെഫ് നല്ലൊരു സിഗ്നേച്ചർ രീതിയാണല്ലോ ഭക്ഷണം കുഴച്ച്, കൈകൊണ്ട് തന്നെ കുഴച്ച് വായിൽ വെച്ച് കൊടുക്കുന്നത്. ഇതിന് ഒരു മദർലി എഫെക്ഷനൊക്കെ ആയിട്ടാണ് സാർ ബ്ലെൻഡ് ചെയ്യുന്നത് പലപ്പോഴും. ഈ അടുത്ത് ടിനി ടോം ഇങ്ങനെ ഭക്ഷണം, മറ്റൊരാൾ കുഴച്ച ഭക്ഷണം വായി വെച്ച് തരുന്നതിൻ്റെ വൃത്തിഹീനതയെ പറ്റി പറയുന്നൊരു വീഡിയോ സർക്കുലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പലരും ഈ വീഡിയോനെ അസോസിയേറ്റ് ചെയ്യുന്നത് ഷെഫ് നളൻ അദ്ദേഹത്തിന് കുഴച്ചു കൊടുത്തല്ലോ, അപ്പോൾ അദ്ദേഹം നേരിട്ട ദുരനുഭവം ഒക്കെ ആയിട്ടാണ്. ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട് കാണും ഈ ഒരു വീഡിയോ. ഈ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു റിയാക്ഷൻസിനെ അങ്ങനെ പ്രതികരിക്കുന്നവരോട് എന്താണ് പ്രതികരണം? കൂടെ ഈ ഭക്ഷണം കുഴച്ച് ഇപ്പോൾ തൻ്റേതല്ലാത്ത കൈകൊണ്ട് കുഴച്ച് കൈ കിട്ടുന്ന ഭക്ഷണം അതിനെ വൃത്തിഹീനതയുടെ ടാഗിലേക്ക് കൊണ്ടുവരുന്നവരോട് എന്താ പ്രതികരിക്കാറുള്ളത്? ഓരോന്നും ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ വണ്ടിയും വിളിച്ച് വരുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പം ടിനിച്ചേട്ടൻ എൻ്റെ ഏറ്റവും അടുത്ത ചങ്കാണ്. ടിനിച്ചേട്ടന് ഞാൻ ഇനിയും വിളിച്ചിരുത്തി വാരി കൊടുക്കുന്ന വീഡിയോസും ഫോട്ടോസും ഞാൻ അയച്ചു. പുള്ളി ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ അടിച്ചതായിരിക്കും. എന്നെ സംബന്ധിച്ചോളം ഈ വിഷയം ചോറ് വെന്തോന്ന് നോക്കാൻ 2 അരി ഞെക്കി നോക്കിയാൽ മതി. ടിനിച്ചേട്ടനായിട്ടുള്ള എൻ്റെ ബന്ധം വർഷങ്ങളായിട്ടുള്ളതാണ്. ടിനിച്ചേട്ടൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം വെച്ച് വാരി കൊടുത്തവനെ. അപ്പം ടിനിച്ചേട്ടൻ ഒരു എന്താ പറയുക, ഒരു പ്രാസത്തിൻ്റെ പേരിലൊക്കെ പറയുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അമ്പിളിയമ്മാനെ നോക്കി കുറയ്ക്കുന്ന പട്ടിയെ ഞാൻ കല്ലെറിയാൻ പോയിട്ട് കാര്യമുണ്ടോ? അമ്പിളിയമ്മാൻ്റെ പണിയെടുത്ത് പോയിക്കൊണ്ടിരിക്കും. പട്ടി എന്തിനാ കുറച്ചെന്ന് അമ്പിളിയമ്മാൻ അന്വേഷിക്കാറുണ്ടോ? ഞാൻ അന്വേഷിക്കാറില്ല. ഈ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പല സജഷൻസും കമൻസും, അത് അവരുടെ ടൈമാണ്.